ഇന്ന് ഞങ്ങളുടെ അവിടെ അമ്പലത്തിൽ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് അന്നദാനം കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കൂട്ടുകാർക്ക് കൂടി അന്നദാനം കഴിക്കാൻ പോകുന്നു. അതാണ് ഇന്നത്തെ വീഡിയോ. ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് നല്ല ദൂരം ഉണ്ട് കേട്ടോ അമ്പലത്തേക്ക്. കുറച്ച് നടന്നിട്ടായാലും അമ്പലം എത്തിയിരിക്കുകയാണ് കേട്ടോ. ഈ കാണുന്നതാണ് ഭക്ഷണം കഴിക്കാനുള്ള ക്യൂ. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര ഇല്ല കേട്ടോ. ചെരുപ്പെല്ലാം അഴിച്ചിട്ട് വേണം ഉള്ളിൽ കയറാൻ. തിരിച്ചു വരുമ്പോൾ കിട്ടിയ ഭാഗ്യം. നമുക്കൊക്കെ എന്ത് ക്യൂ. കുറച്ചു നേരം വെളിയിലെല്ലാം നിന്ന് ആൾക്കാരെല്ലാം കയറുമ്പോൾ അടിയിൽ കൂടെ കയറി ഉള്ളിക്ക് എത്തിയിരിക്കുന്നു. അപ്പം എന്തായാലും ഇലയൊക്കെ ഇട്ട് വെച്ച സീറ്റ് കയറി ഇരിക്കുന്നു കേട്ടോ ഞങ്ങൾ. അപ്പം എന്തായാലും വെള്ളം വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇല കഴുകുകയാണ്. അപ്പം എന്തായാലും കറികളെല്ലാം വിളമ്പിയിട്ടുണ്ട്. ഞാൻ ഓരോന്നായി ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവസാനം ചോറും സാമ്പാറെല്ലാം വന്നു ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂട്ടുകാരനാണെങ്കിൽ 2 പപ്പടമൊക്കെ വാങ്ങിയിരിക്കുന്നത്. ഞാനൊന്നും വിടാതെ രസവും മോരെല്ലാം വാങ്ങി കഴിച്ചിട്ടുണ്ട് കേട്ടോ. അവസാനം കഴിച്ചെല്ലാം കഴിഞ്ഞിരിക്കുന്നത്. കഴിച്ചല്ലേ തന്നെ ഇങ്ങനെ പായസം ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ വായെല്ലാം കഴുകി അമ്പലത്തിൽ നിന്ന് തൊഴുത് ഇപ്പോൾ കുറിയെല്ലാം ഇട്ട് വെളിക്ക് വന്നിരിക്കുക. വെളിക്ക് വന്നപ്പോഴാണെങ്കിൽ ക്യൂലുള്ള തിരക്കെല്ലാം കുറഞ്ഞിരിക്കുന്നു കേട്ടോ. ഇപ്പോൾ കൂട്ടുകാരനെ ചെരുപ്പ് ഒളിപ്പിച്ച് വെച്ച് പ്രാങ്ക് ചെയ്യുന്നോണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ. ഇവനാണ് പ്രാങ്ക് ചെയ്യുക പറഞ്ഞതിൻ്റെ മാസ്റ്റർ പ്ലാൻ. ഒന്നും അറിയാണ്ട് ഇരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുക. ചെക്കൻ എന്തായാലും നല്ല ടെൻഷനായിട്ട് അണ്ടിപോയ അണ്ണാൻ്റെ അവസ്ഥയായി. ചെക്കനാണെങ്കിൽ പേടിച്ച് വീട്ടിലേക്കൊക്കെ വിളിക്കണു. കുറച്ചും കൂടി നിന്നാൽ മറ്റുള്ളവരെ ചെരുപ്പെടുക്കും പറഞ്ഞപ്പോൾ നമ്മളെന്തായാലും എടുത്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ചെരുപ്പ് ചൂട് വെയിലത്ത് നടന്നു പോകുന്നതുകൊണ്ട് എന്തായാലും കടയിൽ കയറി ജ്യൂസ് വാങ്ങിയിരിക്കും. കൂട്ടുകാരനെ ചെരുപ്പെടുത്ത് വെച്ചതിൻ്റെ സങ്കടമൊന്നും അറിയില്ല. നേരെ വീട്ടിൽ പോയി. അപ്പം ഞങ്ങളും ജ്യൂസെല്ലാം കുടിച്ച് നേരെ വീട്ടിൽ പോവാണ്.